നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വല്യമ്മേ, എന്തോ മോളെ, ഇവൻ എന്നെ കൊണ്ടുപോകാമെന്ന് നിൽക്കുന്നു. അതൊരു നല്ല കാര്യമല്ലേ വല്യമ്മേ? വല്യച്ഛനും വല്യമ്മയും കൂടെ ചെന്നോളൂ, എല്ലാം ഉടനെ ശരിയാവും. അല്ല, ഞങ്ങൾ ഇവിടുന്ന് പോയാ മോക്ക് വിഷമാവൂലേ? എന്റെ വിഷമം വല്യമ്മ നോക്കണ്ട. മോനിയല്ലേ വിളിക്കുന്നേ? വല്യമ്മയും വല്യച്ഛനും കൂടെ ചെല്ല. വല്യമ്മ സേതുണ്ടോ അടുത്ത്? വാങ്ങിച്ചു. ഞാനിവിടെ ഉണ്ട് ഭാവനെ, പറഞ്ഞു. ഏട്ടാ, വല്യമ്മയുടെ മെഡിസിൻസേ കൃത്യമായിട്ട് കഴിക്കാൻ പറഞ്ഞു വിടണം. എല്ലാം ആ കവറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശരി ഭാവനെ, ചെയ്യാം. സേതുണ്ടെന്ന് മോനിയുടെ കയ്യിൽ കൊടുക്കോ? കൊടുക്കാം. എന്നാ ശരി മോനെ, വല്യമ്മ വരും. സന്തോഷത്തോടെ പൊയ്ക്കോ. ശരി ഭാവന. വാ ജാനകി, ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാകും. ഞാൻ പോയി വലിയ ബാഗ് എടുത്തു വരും. ഏട്ടത്തി, ദൈവാനുഗ്രഹം കൊണ്ട് എണീറ്റ് നടക്കാൻ പറ്റുന്നില്ലേ? അത് തന്നെ ഭാഗ്യല്ലേ ഏട്ടത്തി? ഗായത്രി പറഞ്ഞത് നേരാ. ആരുടെയോ ഭാഗ്യം കൊണ്ടാ മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയത്. എന്നാലും നമ്മുടെ കാശ് കുറെ പോയില്ലേ പപ്പേട്ട? കാശ് പോയെങ്കിൽ പോട്ടെ ആന്റി, കാശ് ഇനിയും നമുക്ക് ഉണ്ടാക്കാം. വലിയമ്മയുടെ മെഡിസിനും സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം മുടങ്ങാൻ നോക്കി ഞാൻ കൊടുത്തോളാം ചെയ്തോട്ടെ. എന്നാ പിന്നെ ഇറങ്ങിയാലോ? ജാനകി വാ. എന്നാ പോട്ടെ ഗായത്രി. ശരി ഏട്ടത്തി, എല്ലാം ശരിയാവും. ശരിയടാ. ശരി മോനെ. ജാനകി വാ. ഇതെന്തിന്റെ പുറപ്പാടാ? എന്തിനാ ഇവരെങ്ങോട്ട് കെട്ടിയെടുത്തത്? അച്ഛാ, അങ്കിളിനെ ആന്റി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതെന്തായാലും നന്നായി. വരണം. സരസു, ആരൊക്കെ വന്നിരിക്കാൻ നോക്ക്. ബോനി പോയി ജാനകി ചേച്ചിയെ ബച്ചാപ്പിനെ കൂടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്. സുഖാണ്. എന്താടി, ഞങ്ങൾ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. എന്റെ അമ്മ തന്നെയാണോ ഈ നിൽക്കുന്നതെന്ന് ഞാൻ നോക്കിയതാ. ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചിട്ടൊന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഇതാണ് നാത്തൂനെ ദൈവത്തിന്റെ കളി. അങ്കിൾ എന്റെ അകത്തേക്ക് വാ. അത് ഞാൻ അകത്തോട്ട് നട്ട് വന്ന കാലം നിൽക്കാതെ ഏറി രമ്പി പതുക്കെ ഇഴഞ്ഞ കയറുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ലിഫ്റ്റ് വെക്കേണ്ടി വരും. കാര്യമൊക്കെ ശരി തന്നെയാ. ഈ പണ്ടാർത്തള്ള ഇവിടെ പറ്റത്തില്ല. ഞാൻ വല്ല പാഷണം കലക്കി കൊടുക്കും. നീ ഒന്ന് സമാധാനപ്പെടും സരസു. അവരിപ്പോ ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല, രണ്ടിനെയും വന്ന പോലെ ഇവിടെ ഓടിക്കണം. നമ്മളെ മരുമോള് കേക്കണ്ട. എത്ര ആയിരുന്നല്ലോ അവൾ അച്ഛനും അമ്മയല്ലേ. അവളും ആള് മോശമൊന്നുമല്ലല്ലോ. സ്വന്തം വീട്ടിലെ ആളുകൾ കയറി താമസിച്ചപ്പോഴല്ലേ അവൾ ഇങ്ങോട്ട് പോന്നത്. അതല്ലേ എനിക്കറിയാൻ സരസു.
ജാനകത്തള്ളെ കണ്ടിട്ട് എനിക്ക് യാതൊരു കുഴപ്പവും തോന്നുന്നില്ല. ഇവിടെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള വല്ല അടവുവാണെങ്കിലാ. അവളുടെ അടവൊക്കെ അവളുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇവിടെ അങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് ഞാൻ സമ്മതിക്കത്തില്ല. വേണം. നമ്മളവിടെ ചില്ലറയ്ക്കൊന്നുമല്ലല്ലോ കഷ്ടപ്പെടുത്തിയത്. അത് പിന്നെ നമ്മൾ അവ അടവിട്ട് കഴിഞ്ഞോണ്ടാണല്ലോ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഈ വീട് തിരിച്ചു കിട്ടിയില്ലേ? ആ, എന്തായാലും നമുക്കിത് പണിയാവുന്ന തോന്നുന്നത്. മനുഷ്യനത്തിന് മനസമാധാനത്തിന് രണ്ടെണ്ണം വീശാൻ പോലും പറ്റൂലല്ലോ എന്റെ ഭഗവാനെ. വെള്ളം അടിക്കാനും ദൈവത്തെ കൂട്ടുവിളിച്ചോണം. നിങ്ങൾ എന്തായാലും പാ, നമുക്ക് മോനിയോട് തന്നെ ചോദിക്കാം. എന്താ അവന്റെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. ചോദിക്കാനൊന്നുമില്ല, അവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ തന്നെയാവും അവൻ കൊണ്ടുവന്നത്. ലക്ഷണം കണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. നീ ബാ, നമുക്ക് അവനോടൊന്ന് ചോദിക്കാം. എന്താ കഥ അടച്ചത്? ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, അവരെ കൂട്ടിക്കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതേടാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ വീട്ടിൽ ആകെക്കൂടി ഉള്ള ഇത്തിരി മനസമാധാന അത് ആ ജാനകി ഇല്ലാതാക്കും. അമ്മേ, ആന്റി ഇപ്പം പഴയ ആന്റി ഒന്നുമല്ല, മൊത്തത്തിൽ തകർന്നിരിക്കുക. അവളുടെ അഹങ്കാരത്തിന് ഇങ്ങനെയും തകർന്നാ പോരാ, അത്രമാത്രം ജാടയാ അന്ന് ഞങ്ങൾ എടുത്ത് കാണിച്ചത്. ഇവിടെ അങ്ങനെ ഒന്നും കാണിക്കില്ല അമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അല്ലെങ്കിൽ കാണിക്കാൻ ഇങ്ങനെ വരട്ടെ, ഞാനവളെ വാലും ചുരുട്ടി ഇവിടുന്ന് ഓടിപ്പിക്കും. നീ ഒന്ന് സമാധാനപ്പെടുത്ത രസു. ഒന്നുമില്ലെങ്കിൽ അവരൊരു സ്ത്രീയല്ലേ. തൽക്കാലം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യടാ, മിണ്ടിപ്പോരുത്. വേണ്ടെങ്കി വേണ്ട, ഞാൻ ഒരു മാനുഷിക പരിഗണന വെച്ച് പറഞ്ഞതാ. മോനെ മോനി, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള് അറിയാലോ. ഇപ്പൊ തന്നെ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാ. വീണ്ടും നീ ഞങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കൊണ്ടുവരരുത്. അമ്മ എന്ന് പതുക്കെ പറ. പലരും എങ്ങനെ കേട്ടാ പിന്നെ അത് മതി. കേൾക്കാതിരിക്കാനല്ലേ ഞാൻ വാതിലടച്ചത്. അച്ഛാ, അങ്കിള് വീട് തിരിച്ചു കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുക. അങ്കിളിന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആരടാ വീട്ടിൽ അതിക്രമിച്ച് താമസിക്കുന്നത്? ഏതോ ഒരു രാമഭദ്രൻ. അവിടെ ആകെ പ്രശ്നമാണ് അച്ഛാ. എന്നും രാത്രിയിൽ കൂട്ടുകാരുമായിട്ട് വെള്ളവടിയും പാർട്ടിയൊക്കെയാണെന്നാ കേട്ടത്. സത്യം? അതെ അച്ഛാ. എന്താ അങ്ങോട്ട് പോണെന്നുണ്ടാ? അല്ല, രാത്രി വേണമെങ്കിൽ ഞാൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോവാം. കണ്ടോടാ, നിന്റെ അച്ഛന്റെ സ്വഭാവം കണ്ട. മദ്യം ആരെങ്കിലും എഴുതി കാണിച്ചാ മതി, അവിടെ കമിഴ്ന്നടിച്ച് വീഴും. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോവാ. വരാൻ വൈകും. സൂര്യ ഇന്ന് ഇല്ലാത്തതാ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അവർക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. ഞങ്ങൾക്ക് അവരായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നാ മതി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. പോട്ടെ. എന്തായാലും പല്ലവിയുടെ അച്ഛനും അമ്മയല്ലേ, ഒരല്പ സ്നേഹം കാണിക്കേ. ശരി, നീ ചെല്ല്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അതെ ഉത്തമേട്ടാ, എടി നീ ഒന്ന് ഉത്തമണ്ണാന്ന് വിളി, അല്ലെങ്കിൽ ഉത്തമേട്ടാന്ന് വിളി. ഇതെന്നോ ഇങ്ങനെ മാറി വിളിക്കണത്? എടി കേൾക്കുമ്പോ തന്നെ ഒരു ഇമ്പൊക്കെ വേണ്ടേ? എന്നാ ശരി ഉത്തമേട്ടാ. ഒന്നൂടെ വെടി. ഉത്തമേട്ടാ, അങ്ങനെ പിടി. ഇതാവുമ്പോ ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മുടെ മോന് ആ ജാനകി വല്ല കൈവിഷം കൊടുത്തോന്ന് എനിക്കൊരു സംശയം. നിന്റെ മോൻ എന്ത് കണ്ടിട്ടാടി കൈവേഷം കൊടുക്കുന്നത്? എടി സരസു, അവർക്ക് വലിയ ആൾക്കാർ. നമ്മളെപ്പോലുള്ള പീറുകൾക്ക് കൈവേഷം തന്നിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? അല്ലെങ്കിൽ പിന്നെ മോനി ഒട്ടും മൈൻഡ് ചെയ്യാത്ത അവരെന്തിനാ മോനിയോടൊപ്പം ഇങ്ങോട്ട് വന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ തണ്ടി പോത്തേ ഉള്ളൂ. എന്നാലേ ഇതിനുള്ളിൽ എന്തോ ഉണ്ട്. അവരിവിടെ സ്ഥിരമായിട്ട് താമസിച്ച നമ്മൾ പെട്ടുപോകുത്തമേട്ട. എന്നാ പിന്നെ ഇന്ന് മുതൽ അവരിവിടുന്ന് ഓടിക്കാനുള്ള ഏർപ്പാട് നമുക്ക് നോക്കാം. അത് മതി. എന്താ ഉത്തമേട്ട ഐഡിയ? എന്താ ഐഡിയ എന്ന് ചോദിച്ചാ